ഇത് മനഃപൂർവ്വം നമ്മൾ അവമാനിക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ മീൻകാരി കുഞ്ഞനാമ്പയ്ക്കുള്ള വെയിറ്റ് പോലും ചേട്ടന് നാട്ടുകാരുടെ മുമ്പിൽ ഇല്ല എന്ന് കാണിക്കാൻ അവന്മാര് കാണിച്ച ബുദ്ധിയായതൊക്കെ. കറിയാച്ചനും കൂട്ടിനും നിർബന്ധിച്ചാലും മീൻകാരി കുഞ്ഞനമ്മ പിള്ളച്ചേട്ടനെതിരെ നിൽക്കാവോ? അപ്പൊ അവളും പിള്ളച്ചേട്ടനെ അത്രേ വില വെച്ചിട്ടുള്ളൂ. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, കുഞ്ഞന്നാമ്മയും കുഞ്ഞീശോയും ഈ നിമിഷം ഞാനവിടെ പൊക്കിക്കൊണ്ടുവരാം. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ അവർ വെളിച്ചം കാണും. വലിച്ചു വിഷമിക്കാതിരിക്കേ. ഇവരൊക്കെ വിളിച്ചു പറയാടാ. ഇലക്ഷന് സ്ഥാനാർത്ഥിയെ കണ്ടില്ലെങ്കിൽ ഇലക്ഷൻ മാറ്റി. അത് അതിലും വലിയ പ്രശ്നമാവും. കുഞ്ഞന്നാമ്മ മത്സരിക്കുന്നതിന് വലിയച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? അവരെ ഈസി ആയിട്ട് പൊട്ടിച്ചൂടെ? ആ പോളച്ചനങ്ങാണ് നിന്നിരുന്നെങ്കിൽ ചേട്ടന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയായി. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളോട് മത്സരിക്കുമെന്നുള്ളത് ഒരു വെയിറ്റ് ആ മുതലാളി. എടാ നീ പുറത്തിറങ്ങി പോകുന്ന ഞാൻ ചവിട്ടി പുറത്തിറക്കണം. ചവിട്ടി പുറത്തിറക്കുന്ന ഞാൻ പോയില്ല. ഒന്ന് നോക്കിയാ ഞാൻ ഒരു പുലിവാലിനെ കയറി പിടിച്ചിരിക്കണത്. മീൻ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന കാശ് എന്തായാലും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടില്ലല്ലോ. ആരാ പറഞ്ഞ അമ്മച്ചി? നല്ലൊരു അവിശ്വാസ പ്രമേയം വന്ന് വീണാ പോരെ. ഭരണകക്ഷിയും പ്രതിപക്ഷം ഒരുപോലെ ചാക്കം കൊണ്ടിറങ്ങൂലേ? ചാകര കൊയ്യാൻ ചാകര. വെറുതെ വെള്ളം അടിച്ചോണ്ട് വിവരക്കേട് പറയല്ലേ അമ്മച്ചി? നിന്റെ അപ്പനാണ് വെള്ളം അടിച്ചത്. എന്റെ അപ്പനെ പറയുന്നത് കേട്ടാ. അടിച്ചു എന്റെ ശക്തിന്ന് വിട്, ശക്തിന്ന് വിടുന്നല്ല അവിടെ ഇരിക്കുന്നൂടാ വന്നിരിക്കേ. ചേർത്തി പറഞ്ഞോ? പറഞ്ഞട്ടെ ചേർത്തി പറഞ്ഞോളാൻ. നിങ്ങൾ എല്ലാവരും പറഞ്ഞോണ്ടാ മക്കളെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് നിക്കാന്ന് വെച്ചത്. ഒരു കണക്കിന് നിങ്ങളെല്ലാവരും എന്റെ മക്കളാവേണ്ടവരാ. അതെങ്ങനെയാ ചേട്ടത്തി? ഓ ഇനിയിപ്പൊ പഴയ കഥകളൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുന്നത് മക്കളെ? അതൊന്നും സാരമില്ല ചേർത്തി, പറഞ്ഞോ കേക്കട്ടെ. നിർബന്ധിച്ച ഞാനങ്ങ് പറഞ്ഞു പോകും. പറ. അതായത് എന്റെ നല്ല പ്രായത്തില് നിങ്ങളുടെ അപ്പച്ചന് എന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. കയ്യെത്താത്ത കൊമ്പത്ത് കയറി പിടിച്ച താഴെ വീഴല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞു മാറിയതാ. അല്ലെങ്കിലേ ഈ കായകുള കൊച്ചുണ്ണിനെ തള്ളയാവേണ്ട ഗതി എനിക്ക് വരില്ലായിരുന്നു. എന്റെ അപ്പം വേറെ ഏതെങ്കിലും നല്ല പമ്പളെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗൺ ഫൈറ്റ് കാഞ്ചനയുടെ മോനായി ജനിക്കേണ്ട ഗതി വരില്ലായിരുന്നു. എന്താണ് നീ പറഞ്ഞത്? എടാ ഈ നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഒരെണ്ണം കൂടെ അങ്ങോട്ട് ഒഴിക്ക്. ഇത്തരം പൈങ്കിളി വർത്താനത്തിലൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഇതാ കുഴപ്പം. അല്പ സ്നേഹത്തോടെ സംസാരിച്ചാൽ ഉടൻ തലേ കയറി നടങ്ങുന്ന ടൈപ്പാ നീ. ശരി, അച്ചായന്മാരെല്ലാം എതിർത്താലും ധൈര്യമായിട്ട് എന്നെ കെട്ടാൻ തയ്യാറാവോ? ഇത് എന്നെ ഇടപാടാ. കണ്ടുമുട്ടി 4 ഡയലോഗ് ആച്ചാൽ ഉടൻ കല്യാണത്തിന്റെ കാര്യം വലിച്ചഴക്കുന്നത് ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ ഒരു വൃത്തിയായിട്ട സ്വഭാവം. ആണുങ്ങളുടെ വാചകത്തിൽ മയങ്ങി ജീവിതം കളയാൻ ഞങ്ങൾ തയ്യാറല്ല. കെട്ടാൻ തയ്യാറാണോ? സ്നേഹിക്കാം, അല്ലെങ്കിൽ ഗുഡ് ബൈ. പരസ്പരം കൂടുതൽ അറിഞ്ഞ ശേഷം മാത്രമേ വിവാഹത്തെ കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ വലുതായിട്ട് കൂടുതലൊന്നും അറിയാൻ നിൽക്കണ്ട. ഇഷ്ടമാണെങ്കിൽ മതി. ഇഷ്ടമില്ലെന്ന് ഇപ്പൊ ആരേലും പറഞ്ഞോ? ഇത് കൊള്ളാം. ആ അത് പോട്ടെ, നമ്മുടെ കാര്യം വല്ലതും ജോസൂട്ടിച്ചാൻ അറിയാവോ? നമ്മൾ തമ്മിൽ ഗംഭീര ഉടക്കാണെന്ന് ഞാൻ ജോസൂട്ടിച്ചാനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പാവം. ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ ഞാൻ ഡബിൾ LLB, പുള്ളി വെറും പ്രീ ഡിഗ്രി മാത്രമാണ്. ജോസൂട്ടിച്ചാൻ ഇച്ചായെപ്പറ്റി ഇതാണ് നിന്റെ ഇലക്ഷൻ വർക്ക് ഇല്ലേ തങ്കച്ച? അയ്യോ ഇല്ലച്ചാ, ആനിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു നാടകം കളിച്ചല്ലേ. ഈയിടെ ആയിട്ട് നിന്റെ നാടകം കളി അല്പം കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. നീ വണ്ടി കയറി. വണ്ടി കയറടാ. കൈവെടിഞ്ഞു ജീവനറ്റ ഭാവികൾക്കായി ആഹാ, ഇതാരാണപ്പാ? ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നാണ്. ഇപ്പോഴെങ്കിലും തനിക്ക് നല്ല ബുദ്ധി തോന്നിയില്ലടോ നായരെ. അമ്മച്ചി ഈ നാം പേച്ചു വല്ല നോക്കിയിരിക്കാണ്ട് ഇത്തിരി ചായ എനിക്ക് സൽക്കരിക്ക്. 8 വീട്ടിലെ കാര്യസ്ഥൻ കേശുനായര് കേവലം ഒരു മീൻകാരിയുടെ സൽക്കാരം സ്വീകരിക്കാൻ മാത്രം തരം താന്നിട്ടില്ല. ഞങ്ങൾ കർത്താവിന്റെ കുഞ്ഞാടുകളാണോ? കിടന്ന് പടയ്ക്കാതെ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തൊലക്ക്. ഞങ്ങളെ കുറച്ച് ബുസിയാണ്. തിരക്കാണെന്ന് ഇംഗ്ലീഷ്. ഇവിടുത്തെ നാട്ടുപ്രമാണിയും സ്ഥിരം പഞ്ചായത്ത് പ്രസിഡന്റുമായ അനന്തം പിള്ളയ്ക്കെതിരെ കേവലം ഒരു മീൻകാരി മത്സരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ 8 വെട്ടിപ്പിള്ളമാർ ഉന്തിത്തള്ളി വിട്ടതാണ്. ഉന്തിത്തള്ളി വിടാൻ ഞാനിത് ഉന്തുവണ്ടിയോ? എടോ, നാളെ രാവിലെ ചന്തയിൽ ചെന്ന് 2 കയ്യും പൊക്കി മീനെ മീനെ എന്ന് വിളിച്ച് കൂടണമെന്നുണ്ടെങ്കിലേ തള്ളയുടെ നോമിനേഷൻ പിൻവലിപ്പിക്കണം. ഇല്ലെങ്കിൽ താൻ ഞങ്ങളെ മൂക്കിക്കറ്റിക്കളയുവാ. എന്റെ അമ്മയ്ക്ക് ഇലക്ഷന് നിർത്തും, വേണ്ടി വന്ന ഇലക്ട്രിക് പോസ്റ്റിൽ നിർത്തും. മര്യാദക്കല്ലെങ്കിൽ നീ രാത്രി തന്നെ നിന്റെ തള്ളയെ ഞാൻ കെട്ടിയടിക്കും. അമ്മച്ചി എടോ നായരെ, ഒന്നും ഇങ്ങോട്ട് വന്നേ. അങ്ങനെ വഴിക്കുവാ. കടന്നു വരുന്ന വഴിത്താരയിലെ
ഓരോ മണൽത്തരികളെയും പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊന്നോമന പുത്രിയായ കുഞ്ഞന്നാമ്മ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഒരു തിരുതയെ പോലെ മന്ദം നീന്തി നീന്തി വരികയാണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കുഞ്ഞന്നാമ്മയുടെ അമ്മച്ചി കുഞ്ഞന്നാമ്മയുടെ മത്സ്യത്തിന്. നമ്മുടെ അടയാളം മീൻ 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 മീനായി. കുഞ്ഞാടേ പൂസാടങ്ങ് നയിച്ചോളൂ. മീൻ ചിഹ്നം നമ്മുടെ ചിഹ്നം, കുഞ്ഞന്നാമ നമ്മുടെ ഉന്നം. മീൻ ചിഹ്നം നമ്മുടെ ചിഹ്നം, കുഞ്ഞന്നാമ നമ്മുടെ ഉന്നം. സുഹൃത്തുക്കളെ, ഇതുവരെ രാഷ്ട്രീയത്തിന്റെ ABCD എന്തെന്നറിയാത്ത, സാമൂഹ്യ സേവനത്തിന്റെ 8 പൊട്ടിത്തിരിയാത്ത കേവലം ഒരു മീൻകാരിയായ കുഞ്ഞന്നാമയാണോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതെന്ന് ഞാൻ ഊന്നി ഊന്നി ചോദിക്കുകയാണ്. അനന്തപിള്ളയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ വോട്ടും ഞാൻ താഴെ വീണിക്കാണ്, യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അമ്മതങ്ങന്മാര്, മാതാപിതാക്കളെ, സഹോദരികളെ, ഈ ഇരിക്കുന്ന കുഞ്ഞന്നമ്മ എന്റെ അമ്മയ്ക്കല്ല, ഈ പഞ്ചായത്തിന്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് വിജയിപ്പിക്കേണ്ട ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞന്നാമ്മയെ പ്രസംഗിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അമ്മച്ചി അമ്മച്ചി പ്രസംഗിച്ച അമ്മച്ചി വെള്ളമടിച്ചിട്ടുണ്ടാ? പരിചയമില്ലാത്ത പണിക്കല്ലേ മോനെ അമ്മച്ചി ഇറങ്ങിയിരിക്കുന്നത്. ധൈര്യത്തിന് വേണ്ടി ഒരു 200 മില്ലി വീശി. ഇനിയും വേണം പോയി പ്രസംഗിക്കണം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എനിക്ക് പ്രസവിച്ചല്ലാതെ പ്രസംഗിച്ച് യാതൊരു പരിചയമില്ല. എട്ട് വീട്ടിലെ അനന്തപിള്ള കാണിച്ചിട്ടുള്ള തെമ്മാടി തരത്തിന് 2 പെട പടയ്ക്കണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. അപ്പോഴാ എല്ലാവരും പറഞ്ഞത് അയാളെ പാഠം പഠിപ്പിക്കാൻ വേറെ വഴിയുണ്ടെന്ന്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് ഞാൻ ഏറ്റത്. ദുഷ്ടനെ പൊട്ടിക്കാൻ നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിക്കണം. വേറെ ഒന്നും നിങ്ങളോട് ഈ അമ്മച്ചിക്ക് പറയാനില്ല. നിങ്ങൾ സ്ഥാനാർത്ഥിയാണ്, ഇനി ആളുകളെ കരയിപ്പിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ആത്മാർത്ഥതയുടെയും നിഷ്കളങ്കതയുടെയും തേങ്ങലാണ് നിങ്ങൾ ഈ കണ്ടത്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കുഞ്ഞന്നാമ്മ ചേട്ടത്തി ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് നമ്മൾ നാട്ടുകാരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അക്രമത്തിന്റെയും ഭീഷണിയുടെയും വഴിയിലൂടെ തിരഞ്ഞെടുപ്പ് ജയിച്ചു പോന്നിട്ടുള്ള കാർക്കോടകൻ അനന്തപിള്ളയ്ക്ക് ബാലറ്റ് പറ്റിയിലൂടെ ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്നും നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി കുഞ്ഞന്നാമ്മയ്ക്ക് അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂന്നാം വാർഡിൽ നിന്നും മത്സരിച്ച മുൻ പ്രസിഡന്റ് ശ്രീ അനന്തപിള്ളയേക്കാൾ 514 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ശ്രീമതി കുഞ്ഞന്നാമ്മ വിജയിച്ചിരിക്കുന്നു. അയ്യോ പോയേ, അയ്യോ
എന്തോന്നാടി പറയുന്നേ? ഉപ്പുകണ്ടത്തിൽ കറിയാച്ചൻ നിർത്തുന്ന സ്ഥാനാർത്ഥി തോൽക്കാനോ? എത്ര വീടുകളാ ഞാൻ കയറി ഇറങ്ങിയെന്ന് അച്ചായൻ അറിയാവോ? ചേട്ടത്തി, നമ്മുടെ വോട്ട് കുഞ്ഞന്നമ്മയ്ക്കാന്നേ എന്ന് ഞാൻ പറഞ്ഞ ആരാ വോട്ട് ചെയ്യാത്തേ? ഏതായാലും ഇത്രയും ഭൂരിപക്ഷത്തോട് കുഞ്ഞന്നാമ ജയിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കേവലം ഒരു മീൻകാരുടെ കൈയൊന്നല്ലേ അനന്തംപിള്ളയ്ക്ക് ഇത്രയും വലിയ അടി പറ്റിയത്. സത്യത്തിൽ ജോസൂട്ടിയുടെ ബുദ്ധി കൊണ്ടാ കുഞ്ഞന്നാമ ജയിച്ചത്. ജോസൂട്ടിയെ പോലെ എന്റെ അച്ചായന് ഒരു ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നാ ഗമയായിരുന്നേനെ. പിന്നെ ഞാനൊരു പ്രീ ഡിഗ്രിക്കാരനായതുകൊണ്ടാ ഓരോ ക്ലാസ്സിലും 3 കൊല്ലം വീതം തോറ്റ് 7ാം ക്ലാസ്സുകാരിയായി നിന്നെ കിട്ടിയത്. അതിനെന്റെ വിദ്യാഭ്യാസം നോക്കിയല്ലോ, സൗന്ദര്യം നോക്കിയല്ലേ അച്ചായൻ എന്നെ കിട്ടിയത്. പോളച്ചനോട് ഇരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. പോളച്ചനും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. ഇച്ചായൻ അയച്ച എഴുത്തുകളൊക്കെ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചന്ദനത്തിന്റെ നിറമുള്ളവളെ, കരിമിഴിയാളെ എന്നൊക്കെ പറഞ്ഞ്. കർത്താവിനെ ഓർത്ത് നീ എന്നെ നാറ്റിക്കല്ലേ? അച്ചായ, സേവിച്ചായന്റെ കഥ. പത്താം തീയതി സേവിച്ചന്റെ ശിക്ഷയുടെ കാലാവധി തീരുകയാണ്. ഒരു കൊല്ലവും 2 മാസം ഇളവ് കിട്ടിയിട്ടുണ്ട്. അച്ചായന് ഓർമ്മയുണ്ടോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നായിരുന്നു കേസിന്റെ വിധി. പാവം സേവിച്ചായൻ. ഞാൻ കാരണമാണ് അച്ചായന് ഇങ്ങനൊരു ദുർവിധി വന്നത്. എന്താ ആലീസ് ചെയ്ത്? ഞാൻ പാസ്സായി. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. വക്കീല് ജോസൂട്ടിയുടെ ചേട്ടത്തി എന്ന് പറയുമ്പോ ഇനി ഒരു പ്രത്യേക വെയിറ്റ് അല്ലയോ? ക്ലാസ് ഉണ്ടോ നിനക്ക്? ബെസ്റ്റ്. ഇത് തന്നെ കടന്നുവിടാൻ പെട്ട പാടെ എനിക്കറിയാം. ഇന്ന് തന്നെ ഒരു വലിയ ബോർഡ് എഴുതി കയറ്റേ തൂക്കണം. അയ്യോ, സന്നദ്ധ എടുത്തിട്ട് ബോർഡൊക്കെ വെക്കാവോ ചേട്ടത്തി? ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യാം. വക്കീൽ ഉപ്പായിട്ട ജോസൂട്ടിയുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ എന്താ? എന്റെ ജോസൂട്ടി, ഇവിടെ രാത്രിയിൽ നിന്ന് രക്ഷ കിട്ടാൻ കേസ് കൊടുക്കാനുള്ള വല്ല വകുപ്പ് കൊണ്ടോടാ പോനെ. അതെ അതെ അതെ. ഞാൻ ഇന്നു മുതൽ വെറും ഒരു അബ്കാരി കോൺട്രാക്ടർ ചാണ്ടിക്കുഞ്ഞല്ല, അഡ്വക്കേറ്റ് ലീന ചാണ്ടിയുടെ അപ്പനാ. ഉപ്പുകണ്ടത്തിലെ ജോസൂട്ടിയും LLB പാസ്സായെന്നാ കേട്ടത്. അവനൊക്കെ വല്ല തട്ടിയും മുട്ടിയും കോപ്പി അടിച്ച് ജയിച്ചെന്നിരിക്കും. അവനെ അത്രയ്ക്ക് തരം താഴ്ത്തണ്ട. ചേട്ടനെതിരെ കേവലം ഒരു മീൻകാരി നിർത്തി ജയിപ്പിച്ചു കളഞ്ഞില്ലേ? വേണ്ട, അധികം വിശദീകരിക്കണ്ട. എടാ, നമ്മൾ ജയിക്കുമെന്ന് നമുക്ക് അമിതവിശ്വാസം വന്നതുകൊണ്ടാ നമ്മൾ തോറ്റത്. 8 വിട്ട് പിള്ളമാട് കളിച്ചവരാരും 2ാമത് കളത്തിലിറങ്ങിയിട്ടില്ല. ഇവനൊക്കെ വലിയ ചങ്കൂറ്റും ആവേശമായിരുന്നു ഇവന്റെ ചേട്ടൻ സേവിച്ചന്. എന്നിട്ടിപ്പോ എന്തായി? സെൻട്രയിൽ കിടന്നുകൊണ്ട് അരി എണ്ണിക്കൊണ്ടിരിക്കുക. അവൻ ജയിലിലായതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ പറ്റുമോ? പങ്കിയാശ, ചോരയ്ക്ക് ചോര കൊണ്ട് തന്നെ പകരം വീട്ടണം. വീട്ടിയിരിക്കും അവൻ ജയിലിൽ നിന്നിറങ്ങുന്ന നിമിഷം. ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ കോളേജിലേക്ക് പോവാണെന്ന് കള്ളം പറഞ്ഞാ ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവല്ലേ? ഇപ്പോഴേ ധാരാളം കള്ളങ്ങൾ പറഞ്ഞ് ശീലിക്കുന്നത് നല്ലതാ. അപ്പച്ചൻ വളരെ ഹാപ്പി മൂഡില്ല. ഞാൻ LLB പാസ്സായ വിവരം നാട്ടുകാരെ മുഴുവൻ അറിയിച്ചേ അടങ്ങൂ എന്ന് വാശിയുള്ളതുപോലെ തോന്നുന്നു. എന്നാലേ പാസ്സായ വിവരം കാണിച്ച് ഒരു നോട്ടീസ് അടിച്ചിറക്കാൻ പറ. ഈ അല്പൻ ഐശ്വര്യം വന്ന അർത്ഥം. എന്റെ അപ്പച്ചനെ കളിയാക്കാനാണല്ലോ എവിടെയും താല്പര്യം. എടോ, വ്യക്തിപരമായി ഒരു വൈരാഗ്യവും എനിക്ക് തന്റെ അപ്പച്ചനോടില്ല. അങ്ങേരുടെ ഈ 8 വീട്ടിൽ സംസർഗം മാത്രമാണ് എനിക്ക് പ്രശ്നം. എത്ര പ്രാവശ്യം ഞാനും അമ്മച്ചി ഉപദേശിച്ചതാ, അപ്പച്ചൻ കേട്ട മട്ട് കാണിക്കത്തില്ല. അതൊക്കെ പോട്ടെ. തനിക്ക് എന്താണ് അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതെങ്ങനെയാ? പറയാനൊരു അവസരം തരണ്ടേ? ഓക്കെ, പ്രൊസീഡ് മാഡം. എനിക്കൊരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആളെ ജോസൂട്ടി അറിയും. കുറുപ്പന്തറയിലെ സാജൻ. നമ്മുടെ സബ് കളക്ടർ. കൺഗ്രാറ്റുലേഷൻസ്. നല്ല പയ്യന. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. അല്ലെങ്കിൽ എനിക്കറിയാം ജോസൂട്ടിക്ക് ഇത്രയുള്ളൂ സീരിയസ്നെസ്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ വക്കീലെ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ തന്റെ കഴുത്തിൽ വേറൊരാൾ മിന്നി എത്തുന്നു വിചാരിക്കുന്നുണ്ടോ? ഇന്നാർക്കിന്നാരെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ പറയാറ്. എനിക്ക് താനും തനിക്ക് ഞാനുമാ, ഉറപ്പാ. ഈ പരസ്യങ്ങളിലൊക്കെ കാണാറില്ലേ, മെയ്ഡ് ഫോർ ഈച്ച് അതർ.
ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ 12ാം വാർഡിലെ പഞ്ചായത്ത് കിണർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി കുഞ്ഞന്നാമ്മയ്ക്ക് പഞ്ചായത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഈ ബഹുമാനപ്പെട്ട കിണർ ഉദ്ഘാടനം ചെയ്യാൻ ഈ വീര മഹിളാ രത്നത്തിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മക്കളെ, ആവശ്യത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ കുടിനീരിനായി ജനലക്ഷങ്ങൾ വലയുന്ന ഈ സന്ദർഭത്തിൽ എന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പറഞ്ഞ ഓരോ വാർഡിലും ഓരോ കിണർ വീതം എന്ന പദ്ധതി അനുസരിച്ച് ആദ്യമായി നിർമ്മിച്ച ഈ കിണറിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതി പ്രകാരം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിർവഹിച്ചുകൊള്ളു. കൊളുത്തമ്മച്ചി, മാറ് അമ്മച്ചി വരി, അമ്മച്ചി വാ. കത്രിക മുറിച്ചോട്ടെ മോനെ. ആ മുറിക്കമ്മച്ചി. അയ്യോ, കയറ് മുറിക്കല്ല അമ്മച്ചി, റിബൺ മുറിക്ക്. കലക്ക വെള്ളമായാലും ടാങ്കർ മറിഞ്ഞ വെള്ളമായാലും ഈ വെള്ളം ആദ്യമായി ഞാൻ കുടിക്കുന്നു. വേണ്ട അമ്മച്ചി, 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 ഇത് കാർബോളിക് ആസിഡ് ആണ് അമ്മച്ചി. സാരില്ല മക്കളെ. എന്റെ കർത്താവേ, ഓ കരിമ്പൂച്ചയല്ല അമ്മച്ചി, കരിമ്പടം. ഞാനിതെടുത്ത് അമ്മച്ചിയെ പുതപ്പിച്ചതാണ്. പ്യാടിപ്പിച്ചു കളഞ്ഞല്ലേ.